ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന മതസാമുദായിക നേതാക്കളുടെ പട്ടികയിൽ പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി എം.ആർ. സുരേഷ് വർമ്മയുടെ പേരും. സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് പന്തളം കൊട്ടാരം കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. എന്നാൽ പന്തളം കൊട്ടാരത്തിന്റെ അനുമതിയോടെയാണ് പന്തളം കൊട്ടാരം പ്രതിനിധിയുടെ പേര് പട്ടികയിൽ ചേർത്തതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇൻവിറ്റേഷൻ കാർഡിൽ ഞങ്ങൾ പേര് വയ്ക്കുമ്പോൾ അവരോട് സംസാരിച്ചിട്ട് തന്നെയാണ് വെച്ചത്. അപ്പോൾ അവർ പറഞ്ഞു പേര് വെച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ ഒരു അശൂലം വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും എന്ന് മാത്രം ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞെങ്കിലും ഞങ്ങളത് വയ്ക്കുക, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വെച്ചോളൂ. പന്തളം കൊട്ടാരവും ദേവസ്വം ബോർഡും പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അത് വയ്ക്കാതിരിക്കേണ്ട, നിങ്ങൾ വച്ചോളൂ. ഞങ്ങളോട് പക്ഷേ ഈ കേസിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല, ഈ ഒരു അശൂലത്തിൻ്റെ കാര്യം മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളെന്നും പന്തളം കൊട്ടാരവുമായി നല്ല ബന്ധത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ശബരിമലയും പന്തളം കൊട്ടാരവും തമ്മിലുള്ള ബന്ധം തിരുവാഭരണത്തിൻ്റെ കാര്യത്തിലായാലും ഐതിഹ്യത്തിൻ്റെ കാര്യത്തിലായാലും ചരിത്രപരമായും ഒക്കെ അഭേദ്യമായ ബന്ധമുണ്ടാണ്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, ഈ പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധി സുരേഷ് വർമ്മയുടെ പേര് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ക്ഷണിതാക്കളുടെ ലിസ്റ്റിൽ വെച്ചിരിക്കുന്നത് കൊട്ടാരം പ്രതിനിധികളുടെ അനുമതിയോടുകൂടിയാണ് എന്നാണോ പ്രശാന്ത് പറയുന്നത്? അരുൺ, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പമ്പയിൽ പുരോഗമിക്കുകയാണ്. അല്പസമയം മുമ്പാണ് PS പ്രശാന്തുമായി നാം നേരിട്ട് സംസാരിച്ചത്. നമുക്കറിയാം, നേരത്തെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പന്തളം കൊട്ടാര നിർവാഹക സംഘം പ്രതിനിധികൾ എത്തുമോ എന്നുള്ളൊരു കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നേരത്തെ നടന്നിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നേരിട്ട് തന്നെ പന്തളം കൊട്ടാരത്തിലേക്ക് എത്തി പന്തളം കൊട്ടാര നിർവാഹക സംഘം സെക്രട്ടറി M.R. സുരേഷ് വർമ്മയുമായൊക്കെ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പന്തളം കൊട്ടാരം പോയിരുന്നില്ല. അവർ അറിയിച്ചിരുന്നത് തങ്ങൾ പന്തളം കൊട്ടാരത്തിലെ മുതിർന്ന അംഗങ്ങളുമായി ആലോചിച്ച ശേഷം മാത്രമേ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പങ്കെടുക്കുന്ന കാര്യത്തിലൊരു തീരുമാനം എടുക്കൂ. അങ്ങനെ ഒരു മറുപടിയാണ് അവർ നൽകിയിരിക്കുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പന്തളം കൊട്ടാരത്തിലെ ഒരു അംഗത്തിന്റെ മരണം സംഭവിച്ചത്. അതോടുകൂടി ഒരു വാർത്താക്കുറിപ്പും പന്തളം കൊട്ടാരം ഇറക്കിയിരുന്നു. അതായത് അതിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ മരണത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമം പോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ആ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ശബരിമല യുവതി പ്രവേശന സമരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി കേസുകൾ ഇപ്പോഴും പോലീസിന്റെ ഭാഗത്ത് ഉണ്ട്. അതെല്ലാം പിൻവലിക്കണമെന്നൊരു ആവശ്യം കൂടി പന്തളം കൊട്ടാരം നിർവാഹക സംഘം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനോട് സർക്കാർ അനുഭാവപൂർവ്വം മറുപടി നൽകിയില്ല എന്ന ഒരു കാര്യം കൂടി പന്തളം കൊട്ടാരം പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ നാളെ ആഗോള അയ്യപ്പ സംഘം തുടങ്ങാൻ പോകുമ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന മതസാമുദായിക നേതാക്കളുടെ പേരുകളുടെ പട്ടികയിൽ പന്തളം കൊട്ടാര നിർവാഹക സംഘം സെക്രട്ടറിയുടെ പേര് കൂടി ചേർത്തിരിക്കുന്നത്. ആ ക്ഷണപത്രത്തിലും ഒപ്പം തന്നെ ആ ഒരു നോട്ടീസിലും ആ പേര് കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയത്. അതായത് മനസ്സുകൊണ്ട് അവർ ഇതിന് അനുകൂലമാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത് പമ്പയിൽ നിന്നും.